നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശരീരഭാരം കുറയ്ക്കാനും അതുവഴി ജീവിതശൈലി രോഗങ്ങളിൽ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ അല്ലേ, അതിനെയൊക്കെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഒരു പരിധിവരെ അതിനെയൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നും അതുപോലൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. അപ്പോൾ എന്തിനാ ഇങ്ങനെ പുതിയ വീഡിയോ ഇടുന്നത് വെച്ചാൽ, ഒന്ന് ചാനൽ ലൈവ് ആക്കാൻ വേണ്ടിയിട്ട്, രണ്ട് നിങ്ങൾക്ക് ബോറടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കാരണം പഴയ രീതിയിൽ തന്നെ ചെയ്തു വരുമ്പോൾ അതിനകത്തൊരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉത്സാഹത്തോട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇടുന്നത് ഒരു 15 മിനിറ്റ്, കഷ്ടിച്ച് 15 മിനിറ്റ് വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അത് സൗകര്യപ്രദമാകുമെന്ന് കരുതുന്നു. അത് നന്നായിട്ട് ചെയ്യുക. ഒരുപാട് പേരിപ്പോൾ എന്നെ വിളിച്ച് അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തരുന്നുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊരു ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് കിട്ടിയ ഒരു വലിയ വരദാനമാണെന്നാണ് പറയുന്നത് നമ്മുടെ ഈ ചാനലിൽ. ഒരു കാരണവശാലും അത് നിർത്തരുത് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവർക്കുണ്ടായിരുന്ന ഒരുപാട് അസുഖങ്ങൾ മാറിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നും അങ്ങനെ പല പല ജില്ലകളിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, അങ്ങനെ നിരവധി ആളുകൾ വിളിച്ചു പറയുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നന്ദി പറയേണ്ടത് ദൈവത്തിനോടാണ്. കാരണം അത് എൻ്റെ കഴിവുകൊണ്ടല്ല ഇത് വരുന്നത്. ഇത് യോഗശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യായാമത്തിൻ്റെ കഴിവും അതേപോലെ തന്നെ നിങ്ങളുടെ അധ്വാനവുമാണ്. അപ്പോൾ അതുപോലെ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ 15 മിനിറ്റ് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സശ്രദ്ധം ഇത് കാണുക, അതുപോലെ ചെയ്യുക. പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അതിലൊന്ന് രേഖപ്പെടുത്തണം. പിന്നെ ഈ വീഡിയോ നിങ്ങളെപ്പോലെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ടെക്നോളജി വികസിതമായൊരു സമയമല്ലേ, അപ്പോൾ നമുക്ക് അതൊക്കെ പ്രയോജനപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നോക്കി ചെയ്യാം. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, കമാൺ, തുടങ്ങാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ കാണിച്ചിരുതാ. ഇങ്ങനെ കണ്ട, ഈ കാലിങ്ങനെ മടങ്ങുമ്പോൾ കൈ ഇങ്ങനെ മുകളിലേക്ക് പോക്കുക. ഓക്കെ, ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യുക, എന്നോടൊപ്പം തന്നെ ചെയ്യുക. റെഡിയായിട്ട് നല്ല ഉഷാറായിട്ട് ചെയ്യുക. ഓക്കെ, നല്ല പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ചെയ്യുക, സന്തോഷത്തോടുകൂടി ചെയ്യുക. ആ ഒരു ചിരി നിങ്ങളുടെ മുഖത്ത് വിടരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നല്ല നല്ല ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന നല്ല ഹോർമോണുകൾ. ഓക്കെ, അടുത്തത് ഇങ്ങനെ നിന്നിട്ട് നോക്കിക്കൊള്ളാം. ഇങ്ങനെ കണ്ട, ഒരു സൈഡിലേക്ക് 2, മറുവശത്തേക്കും 2, അതേപോലെ ചെയ്യാം. എന്നോടൊപ്പം ചെയ്തോളൂ. ഓക്കെ, ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും. അടുത്തത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് 2 പഞ്ച്, മറുവശത്തേക്കും 2 പഞ്ച് ചെയ്യാം. റെഡിയല്ലേ? ചെയ്തുകൊണ്ടിരിക്കുക. വളരെ കൂളായിട്ട് ചെയ്യുക, നല്ലവണ്ണം ആസ്വദിച്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് നോക്കിക്കൊള്ളാം. ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഒരു വശത്തേക്ക് 2, മറുവശത്തേക്ക് 2 ചെയ്യല്ലേ? റെഡിയല്ലേ? ഓക്കെ, കമോൺ.
ഇങ്ങനെ ചെയ്യാം. ഓക്കെ. അടുത്തത് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഒരു സൈഡിലേക്ക് ഓരോ തവണ, ഓരോ സൈഡിലേക്കും ഓരോ തവണ ചെയ്യുക. എന്നോടൊപ്പം ചെയ്യുക. വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയാൻ ഏറ്റവും നല്ലതാണ്. ഓക്കെ. അടുത്തത് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാ, ഒരു സൈഡിൽ 2, മറുവശത്തും 2, അതുപോലെ ചെയ്യാം. എന്നോടൊപ്പം ചെയ്തോളൂ. ഇതാ, ഓക്കെ. അടുത്തത് ഇങ്ങനെ ഒരു കൈ അരക്കിട്ട് സപ്പോർട്ട് കൊടുക്കുക, മറ്റേ കൈ ഇങ്ങനെ ഉണ്ടാ, അങ്ങനെ ഒരു വശത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതും ആ വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയാൻ ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ ആ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ വേണം നിങ്ങളും ചെയ്യാൻ. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. അങ്ങനെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് ചെയ്താൽ നമ്മൾ കഥയ്ക്കത്തേ ഇല്ല, എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ മറുവശത്തും ചെയ്യാം. റെഡിയല്ലേ? എന്നോടൊപ്പം ചെയ്തോളൂ. ഓക്കെ. അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇങ്ങനെ കണ്ട, അല്പം ഒന്ന് ബെൻഡായിട്ട് ഇങ്ങനെ നിന്നിട്ട് കാലിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. റെഡി? ചെയ്യാം. ചെയ്തോളൂ, എന്നോടൊപ്പം ചെയ്തോ. ശരീരത്തെ പല രീതിയിൽ ചലിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സന്ധികളെ, ജോയിൻസിനെ ചലിപ്പിക്കുക. ഓക്കെ. അടുത്തത് ഒരു കാല് പുറകിൽ വയ്ക്കുക, എന്നിട്ട് മറ്റേ കാലിങ്ങനെ കണ്ടോ ഇങ്ങനെ ചെയ്യുക. ഒരു സൈഡിൽ 2, മറുവശത്ത് 2, ഇങ്ങനെ ചെയ്യാം. റെഡിയല്ലേ? നോക്കാം. സാവധാനം ചെയ്താൽ മതി, തിരക്കൊന്നും കൂടണ്ട.
ഓക്കെ. ഇനി കുറച്ച് സമയം, ഒരു 10-20 സെക്കൻഡ് നേരം വെറുതെ ഇങ്ങനെ നടക്കുക. നടക്കുമ്പോൾ കാല് മാക്സിമം ഇങ്ങനെ പൊക്കാൻ ശ്രമിക്കുക. കണ്ടോ? എന്നിട്ട് നടക്കുക, ഒരു താളത്തിൽ നടക്കണം. ഇങ്ങനെ അതാണ് റിത്മിക് എക്സസൈസ് എന്നാണ് പറയുന്നത് തന്നെ ഇതിന്. ഓക്കെ. അടുത്തത് ഇങ്ങനെ പോയിട്ട് ഈ സൈഡിൽ ഒരു പഞ്ച് ചെയ്യുക, ഈ സൈഡിലും 2 കൈ കൊണ്ടും പഞ്ച് ചെയ്യുക. കണ്ടോ? ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കുക, ഒരു ഫണ്ണായിട്ട് എടുക്കുക. ഓക്കെ. അടുത്തത് ഇങ്ങനെ, ഇത് കണ്ട, സിമ്പിളായിട്ട് നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് അതുപോലെ ചെയ്യാം. റെഡി? ചെയ്തു, എന്നോടൊപ്പം ചെയ്തു. ഓക്കെ. അടുത്തത് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കാല് പൊക്കുക, അതിനടുത്തേക്ക് കൈയിനെ കൊണ്ടുവരിക. അപ്പോൾ ആ സൈഡൊന്ന് മടങ്ങി കിട്ടണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഓരോ വശത്തും ചെയ്യാം. നമ്മൾ ആദ്യം ഈ വശം ചെയ്തു എന്നോടൊപ്പം ചെയ്തു. അതുപോലെ തന്നെ മറുവശത്തും ചെയ്യണം. റെഡിയല്ലേ? ചെയ്തു. ദാ നമ്മുടെ ആ അലസതയും മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യുക. നല്ല ആരോഗ്യത്തിന് വേണ്ടി, സന്തോഷത്തോടെ ജീവിക്കാൻ. ഓക്കെ. ക്ഷമയോടെ ചെയ്യാം. ഓക്കെ. അടുത്തത് ഇങ്ങനെ ചെയ്യാം. കണ്ട, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചെയ്യാം, ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചെയ്യാം. റെഡിയല്ലേ? ചെയ്തു. ആ കാലിനൊക്കെ നല്ല ബലം കിട്ടാനും നല്ല ചലനശേഷി കിട്ടാനും നല്ലതാണ്. ഓക്കെ. അത് കഴിഞ്ഞു. അടുത്തത് പഞ്ചിങ്ങിനോടൊപ്പം, ഇങ്ങനെ പഞ്ച് ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെയും കൂടി ചെയ്യാം. കണ്ട, അതാണ് വ്യത്യാസം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ, ഒരു സൈഡ് ഇങ്ങനെ, 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 ആ 2 എണ്ണം കൂടി ചേർന്ന് ചെയ്യാം. റെഡി? കമോ.
ഓക്കെ, അടുത്തത് ഇങ്ങനെ ചെയ്യുക. കണ്ട, ഈ കൈ ഇങ്ങനെ പൊക്കുക. കണ്ട, ഇങ്ങനെ സിമ്പിളല്ലേ? ചെയ്തു എന്നോടൊപ്പം ചെയ്യാം. ഓക്കെ, അടുത്തത് കൈ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുക. വളരെ സിമ്പിളായിട്ടുള്ളതാണ് ചെയ്യുന്നത്, പക്ഷെ അത് ഇഫക്റ്റീവ് ആകണം. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. റെഡിയല്ലേ? എന്നോടൊപ്പം ചെയ്തു തുടങ്ങിക്കോ. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തതിന് വേണ്ടി തയ്യാറാകുക. അടുത്തത് ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് കൈ ഇങ്ങനെ പൊക്കുക, ഇങ്ങോട്ട് വരിക, ഇവിടെ പൊക്കുക. കണ്ടോ? ആദ്യം നോക്കി മനസ്സിലാക്കുക, ദെൻ ഡു ഇറ്റ്. ഓക്കെ, അടുത്തത് സിമ്പിളായിട്ട് ജോഗ് ചെയ്യുക. ഇങ്ങനെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാല് മാക്സിമം പൊക്കുക, കൈ ഇങ്ങനെ കൊണ്ടുവരിക. നന്നായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ കൈ ഇങ്ങനെ പുറകെ പിടിച്ചിട്ട് കാല് കൊണ്ടുവന്നിട്ട് ആ കയ്യിൽ തൊടാൻ ശ്രമിക്കുക. ഇങ്ങനെ കണ്ടോ? ഏറ്റവും നല്ലൊരു വ്യായാമമാണിത്. എല്ലാം നല്ലത് തന്നെ, പക്ഷേ ഇതിന് കൂടുതൽ ഇഫക്റ്റീവാണ്. കാല് പുറകോട്ട് മടക്കുന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പെട്ടെന്ന് സഹായിക്കും. അതുകൊണ്ടത് മടി കൂടാതെ ചെയ്യുക. കാലിൻ്റെ മുട്ടിനൊക്കെ നല്ല അയവ് കിട്ടാൻ ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇത്രയും ചെയ്ത ശേഷം പെട്ടെന്ന് നിർത്തിക്കളയരുത്. നമുക്ക് ചെറിയൊരു കൂൾ ഡൗൺ, അതായത് ഒന്ന് ശരീരത്തെ തണുപ്പിക്കണം, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം ചെറുതായിട്ട്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ചുമ്മാ ഇങ്ങനെ സ്ലോയിൽ നടക്കുക, അതോടൊപ്പം കൈകളിങ്ങനെ പൊക്കുക. അപ്പോൾ തല ഉയർത്തി ആ കൈയിലേക്ക് ഒന്ന് നോക്കുക. കൈ താഴുമ്പോൾ തല താഴ്ത്തി ഇങ്ങോട്ട് നോക്കുക. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യുക. ഇങ്ങനെ കൂളിംഗ് ഡൗണാണ്. ഇത് ചെയ്തിട്ടേ നിർത്താവുള്ളൂ, ഇത് കൂടി ചെയ്തിട്ടേ നിർത്താവുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒട്ടും തിരക്ക് കൂട്ടണ്ട. കൂളിംഗ് ഡൗണിൽ വളരെ സ്ലോയിൽ ചെയ്യും. ഉണ്ടോ? അടുത്തത് ഇങ്ങനെ നിന്നിട്ട് കാല് അല്പം ഇങ്ങനെ അകത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം.
ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോവുക, മറുവശത്തേക്ക് ഇങ്ങനെ പോവുക. അങ്ങനെ ചെയ്താൽ മതി. കൈ ഇങ്ങനെ വേണേൽ കൊണ്ടുപോകാം. ഉണ്ടാ 2 കൈയിൻ്റെയും പൊസിഷൻ ശ്രദ്ധിക്കുക. അതുപോലെ ചെയ്യാം. ഓക്കെ, അടുത്തത് ഇങ്ങനെ നിന്നിട്ട് കാലിലേക്ക് നോക്കാം. കൈകളിങ്ങനെ കോർത്ത് പിടിക്കുക. നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. ഒന്ന് വലിഞ്ഞിങ്ങനെ പൊങ്ങുക. കാൽ വിരലൂന്നി പൊങ്ങണം. വീണ്ടും താഴുക, പൊങ്ങുക. ഇങ്ങനെ കണ്ട, ഇങ്ങനെ ചെയ്യാം. അത് എത്ര സമയമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. നന്നായിട്ട് ചെയ്യാം. ഇത് നമ്മുടെ കാഫ് മസിലിന്, ആ മുട്ടിൻ്റെ പിൻഭാഗത്തുള്ള മസിലിന് കൂടുതൽ ബലപ്പെടുത്താനും അതുവഴി ഹൃദയ ആരോഗ്യം വർദ്ധിക്കാനും ഏറ്റവും നല്ലതാണ്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അരക്കെട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് അരക്കെട്ടിനെ ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ ഒരു 5 തവണ ഒരു വശത്തേക്ക്, മറുവശത്തേക്ക് 5 തവണ. ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടേ അവസാനിപ്പിക്കാവുള്ളൂ. ആ വീഡിയോ തീരുന്നത് വരെ ചെയ്യുക. ഓക്കെ, അടുത്തത് കൈകളിങ്ങനെ വയ്ക്കുക, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഷോൾഡറിനൊക്കെ നല്ല അയവ് കിട്ടാൻ, ആ തോൾവേദനയൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ മാറി മാറി ചെയ്യുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കൈകളിങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിന്നിലേക്ക് മാക്സിമം നീട്ടുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു കൊടുക്കുക. കണ്ടോ? ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ മുതുകിൻ്റെ ഭാഗത്തുള്ള പേശികളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നല്ല സുഖം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നല്ല സുഖമായിട്ട് ഒരു യോഗനിദ്ര ചെയ്യുക. യോഗനിദ്രയുടെ വീഡിയോ എൻ്റെ തന്നെ ചാനലിലുണ്ട്, അതൊന്ന് കേട്ട് നോക്കുക. ശവാസനം എന്ന് പറയും. വെറുതെ കിടന്നിട്ട് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും വീണ്ടും നല്ല ആരോഗ്യവും ആയുസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.